വയനാട് ദുരന്തത്തിന് ഇരയായവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് റാലി ഒഴിവാക്കി. തെക്കേക്കര കുറത്തിക്കാട് സെന്റ് ജോൺസ് MSUPSൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. വയനാട് ദുരന്ത വാർത്തകൾ വന്ന വിവിധ പത്രങ്ങളിലെ ദുരന്ത ചിത്രങ്ങൾ ശേഖരിച്ച് വിദ്യാർത്ഥികൾ ന്യൂസ് പേപ്പർ കൊളാഷ് അവതരിപ്പിച്ചു. വയനാട് ദുരന്തത്തിന് ഇരയായവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് റാലി ഒഴിവാക്കി. തെക്കേക്കര കുറത്തിക്കാട് സെന്റ് ജോൺസ് MSUPSൽ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ നടത്തി. വയനാട് ദുരന്ത വാർത്തകൾ വന്ന വിവിധ ദിനപത്രങ്ങളിലെ ദുരന്ത ചിത്രങ്ങൾ ശേഖരിച്ച് വിദ്യാർത്ഥികൾ ന്യൂസ് പേപ്പർ കൊളാഷ് അവതരിപ്പിച്ചു. മാവേലിക്കര താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി രവി സിത്താര ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു വീട്ടിൽ ഒരു ദിനപത്രം വന്നാൽ പണ്ട് അച്ഛനും മക്കളും തമ്മിൽ അടിയിടുമായിരുന്നു, ആദ്യം എനിക്ക് വേണമെന്ന് വായിക്കും. ഇന്ന് ആ അവസ്ഥ മാറിയിട്ട് മുതിർന്നവർ മാത്രം, ഒരുപക്ഷെ 50 വയസ്സിന് മേലെ പ്രായമുള്ളവർ മാത്രം ദിനപത്രങ്ങൾ വായിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളം മാറി. ആ മാധ്യമങ്ങളിലെ അന്നന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാനും അതിനുള്ള താല്പര്യമൊന്നും ഇല്ലാത്ത ഒരു പുതിയ തലമുറ വളർന്നു വരുന്ന ഇവിടെ ഞാൻ ഈ കാഴ്ച കാണുമ്പോൾ കുഞ്ഞുങ്ങൾ ഈ കാഴ്ച അവർ ശ്രദ്ധിക്കുന്നതന്നെ എൻ്റെ വിശ്വാസം, അവരെ ഇത് കാണിക്കണം. പക്ഷേ ലോകത്ത് തന്നെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ സംഭവം അതുപോലൊരു ദുരന്തം നടക്കുമ്പോൾ അതിൻ്റെ തലക്കെട്ടുകൾ വളരെ കൃത്യമായി തിരഞ്ഞെടുത്തിവിടെ ഈ രീതിയിൽ പ്രദർശിപ്പിക്കേണ്ട അധ്യാപികമാരും കാണിച്ച താല്പര്യം എടുത്തു പറയേണ്ടതാണ്. അവരെ അക്കാര്യത്തിൽ ഞാൻ അനുമോദിക്കുന്നു. അവരെ ഇനി ഇതൊക്കെ പത്രമാധ്യമങ്ങളിലേക്ക് അവർ ശ്രദ്ധ വരാൻ സഹായകരമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പുതിയ കാലവും നമ്മുടെ കുട്ടികളും എന്ന വിഷയത്തിൽ ജില്ലാ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് S. സീമ ക്ലാസ് നയിച്ചു. തെക്കേക്കര യങ്മെൻസ് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ സൃഷ്ടികൾ ശേഖരിക്കാൻ സർഗശേഷി പെട്ടി സ്ഥാപിച്ചു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അതായത് നമ്മളിലൊക്കെ ഉള്ള ഒരു കഴിവുണ്ട്. എഴുതാനുള്ള കഴിവാവാം, അല്ലെ, വരയ്ക്കാനുള്ള കഴിവാവാം. അതൊക്കെ അതെന്തായാലും അത് നിങ്ങൾ ഈ പെട്ടിയിൽ നിക്ഷേപിക്കുക. അത് പെട്ടിയിൽ നിക്ഷേപിക്കുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുന്നത്? തെക്കേക്കര യങ്മെൻസ് യൂണിയൻ ഗ്രന്ഥശാല എല്ലാ മാസവും അത് തുറന്ന് എടുത്തുകൊണ്ട് പോകും. എന്നിട്ട് അതിലെ ഏറ്റവും നല്ല രചന, ഏറ്റവും നല്ല കവിത, ഏറ്റവും നല്ല കഥ, ഏറ്റവും നല്ല ചിത്രം അവർക്ക് ഞങ്ങൾ സമ്മാനം കൊടുക്കും. കേട്ടോ? അപ്പോ അതിനെല്ലാവരും തയ്യാറാവുക. ജനിച്ചു വളർന്നത് ഞങ്ങൾക്ക് അഭിമാനം. മടിത്തട്ടിൽ ജനിച്ചു വളർന്നത് ഞങ്ങൾക്ക് അഭിമാനം. നീ എന്നും സ്നേഹം കൂട്ടി വളർത്തി ഞങ്ങൾ തന്നെ അഭിലാഷം. രവി സിത്താര പെട്ടി സ്കൂളിന് കൈമാറി. PTA പ്രസിഡന്റ് P. പ്രമോദ് അധ്യക്ഷനായി. പ്രഥമാധ്യാപകൻ റിനോഷ് സാമുവൽ സ്വാഗതം പറഞ്ഞു. രാമചന്ദ്രൻ മുല്ലശ്ശേരി, ശശിധരക്കുറുപ്പ്, ശ്രുതി, വത്സമ്മ തമ്പി തുടങ്ങിയവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, മാവേലിക്കര.